അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാഴ്ചകളാണ് കേരളം ഇന്ന് കണ്ടത്. മകളുടെ പ്രതിഷേധം, കോടതി ഉത്തരവ്, കയ്യാങ്കളി, ആശയ്ക്ക് പിന്നിൽ മറ്റു ചിലരെന്ന് പറയുന്നു എം ലോറൻസിന്റെ മകൻ ML സജീവൻ. കുടുംബ പ്രശ്നമാണെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെങ്കിലും എം ലോറൻസ് എന്ന രാജ്യത്തെ തന്നെ തലപ്പൊക്കമുള്ള രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെയാണോ നമ്മൾ യാത്രാമൊഴി നൽകേണ്ടത്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ആശാ ലോറൻസ് ചേരുന്നു. മകൻ അഡ്വക്കേറ്റ് ML സജീവനെ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ CS സജീവൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ആശയിലേക്ക് തന്നെ പോകുന്നു. ശ്രീമതി ആശാ ലോറൻസ്, ഇന്നിപ്പോൾ സഖാവ് MM ലോറൻസിന്റെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുകയാണ്. നാടർഹിക്കുന്ന യാത്രാമൊഴി ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു നേതാവാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ച് അവസാന ശ്വാസം വരെ അവരുടെ ചിന്തകളിൽ മാത്രം ജീവിച്ച് മരിച്ച ഒരു നേതാവാണ്. താങ്കൾക്ക് പല കാര്യത്തിൽ വിയോജിപ്പ്, രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ വിയോജിപ്പുകളുണ്ട്. ഇന്നിപ്പോൾ ടൗൺ ഹാളിൽ അവിടെ ഉണ്ടായ അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ല യഥാർത്ഥത്തിൽ ശ്രീമതി ആശാ ലോറൻസ്? ഒരപ്പം മരിക്കുമ്പോൾ മക്കൾ ഇമോഷണൽ ആകും എന്ന് പാർട്ടി മനസ്സിലാക്കേണ്ടതായിരുന്നു. പാർട്ടിക്ക് കുടുംബത്തിന് വില കൽപ്പിക്കാണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനം എടുക്കാൻ അവരാരാണ്? കുടുംബാംഗങ്ങളോടൊക്കെ എല്ലാവരോടും ചോദിക്കേണ്ടതായിരുന്നില്ലേ? ഞങ്ങൾ തമ്മിലൊക്കെ അകൽച്ചയിലാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ഇതാണ് എന്ന്? ഇങ്ങനെയാണോ ഒരു തീരുമാനം എടുക്കുന്നത്? എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചോ? ഈ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതെല്ലാം രാഷ്ട്രീയം ആലോചിക്കുന്നുണ്ട് താങ്കളുടെ സഹോദരൻ. നിങ്ങൾ സഹോദരനും സഹോദരിയും, അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം അതെന്തുമായിക്കോട്ടെ, അതാണോ യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങളിലേക്കൊക്കെ എത്തിയത് ശ്രീമതി ആശാ ലോറൻസ്? ഈ മക്കൾ തമ്മിൽ ചർച്ചക്കുറവ് എന്തിനാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യണത്? മക്കൾ തമ്മിലും ചിലപ്പോൾ പാരൻസ് തമ്മിലും ഒക്കെ ചർച്ചക്കുറവ്, റിലേറ്റീവ്സ് തമ്മിൽ, ഫ്രണ്ട്സ് തമ്മിൽ, നെയ്ബേഴ്സ് തമ്മിലൊക്കെ ചർച്ചക്കുറവ് എല്ലായിടത്തും ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടിയിലും ചർച്ചക്കുറവൊക്കെ ഉണ്ടാവില്ലേ? അതല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. കുടുംബത്തിലെ വഴക്കല്ലല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. എൻ്റെ അപ്പൻ്റെ ഫ്യൂണറൽ എങ്ങനെ നടത്തണം എന്നുള്ള ചർച്ച ആണെങ്കിൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങൾ കുടുംബ വഴക്കൊന്നും അല്ല ചർച്ചയാക്കേണ്ടത്. ഇല്ല, ഇത് കുടുംബവഴക്ക് എന്ന് ഞാൻ പറഞ്ഞതല്ല, കുടുംബവഴക്ക് ഞാൻ ചർച്ചയാക്കിയതല്ല. കുടുംബവഴക്കാണെങ്കിലും അല്ലെങ്കിലും അവഹേളിക്കപ്പെടുന്നത് നാടിൻ്റെ തലപ്പൊക്കമുള്ള ഒരു നേതാവാണ് ശ്രീമതി ആശാ ലോറൻസ്. നിങ്ങളുടെ പിതാവാണ് എന്നതിനൊപ്പം തന്നെ ഈ നാടിന് വേണ്ടി ജീവിച്ച, രാജ്യത്തെ തന്നെ ഏറ്റവും തലപ്പൊക്കം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആയിക്കോട്ടെ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള പ്രൗഢായിട്ടുള്ള ഒരു നേതാവാണ് മരിച്ചത്. അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകേണ്ടത്, അദ്ദേഹത്തിന് അർഹിക്കുന്ന ബഹുമാനത്തിൽ യാത്രയപ്പ് നൽകേണ്ടത്, ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ടത്, കല്ലുകടി ഉണ്ടാവാതിരിക്കേണ്ടത് ഞാനടക്കം ഈ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ്. കാര്യം അത്രത്തോളം വലിയൊരു നേതാവായിരുന്നു ശ്രീ MM ലോറൻസ്. അതുകൊണ്ടാണ് ചോദിച്ചത്, അത് ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം ഇത്തരത്തിൽ ടൗൺ ഹാളിലെ പ്രശ്നത്തിലേക്കും മുദ്രാവാക്യം വിളികളിലേക്കും ഒക്കെ പോകുന്നത് ശരിയാണോ ശ്രീമതി ആശാ ലോറൻസ്? അതിനേക്കാളും ഒക്കെ ഉയർന്നവർക്കും കുടുംബത്തിന് കുറേ ഉത്തരവാദിത്വവും കുടുംബത്തിനുമുണ്ട് കുറേ റൈറ്റ്സും എല്ലാം. കുടുംബത്തിൻ്റെ തീരുമാനമാണെന്നും ആണ് ആദ്യം P. രാജീവ് മന്ത്രി പ്രസ്താവന പറഞ്ഞത്. ഞാൻ കേട്ടതാണത്. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിച്ചാൽ പോരെ? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെയും കാര്യം നോക്കിയാൽ പോരെ? ലോറൻസിൻ്റെ കുടുംബം എന്ന് പറയുമ്പം വഴക്കിട്ട് മാറി നിൽക്കുന്ന ഒരു മകളെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റും? പിന്നെ ഒരു മകൻ മരിച്ചുപോയി. ഞങ്ങൾ 4 മക്കളാണ്. ഐ ആം ദ യങ്ങസ്റ്റ്. ഞങ്ങൾ 3 പേരും ദൈവവിശ്വാസികൾ തന്നെയാണ്. അപ്പൻ്റെ വാക്കെല്ലാം കേട്ട് ദൈവവിശ്വാസം ഇല്ലാണ്ട് ജീവിച്ചവരുമാണ്. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവർക്കും തിരിച്ചറിവൊക്കെ ഉണ്ടായി. മൂത്ത മകനാണ് ഇതാകുന്നത്. അയാൾ സഖാവാണ്. ആ രീതിയിൽ കാണുക, അല്ലാണ്ട് ഇത് കുടുംബ വഴക്കൊന്നും അല്ല. അയാളുടെ പൊസിഷനാണ് സീനിയർ ഗവൺമെൻറ് ലീഡർ. അയാൾക്ക് പാർട്ടി നോമിനിയിലാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് മിനിസ്ട്രിയിലും കിട്ടിയിരുന്നു, ഇപ്പോഴും കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം CN മോഹൻ അയാൾ എന്തോ കാരണത്താൽ അയാൾ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ അയാൾ വിജയരാഘവന്റെ വീട്ടിൽ തൃശ്ശൂർ പോയിട്ട് പറഞ്ഞിട്ടാണ് ആ പൊസിഷൻ തിരിച്ചു മേടിച്ചെടുത്തത്. അപ്പോൾ അത് കീപ്പ് ചെയ്ത് പോകാന്നുള്ളതുപരമായിട്ടുള്ള കാര്യമാണ്. ഉറപ്പായും ആശ, ഇപ്പോൾ സഖാവ് MM ലോറൻസിന്റെ മകൻ CPM പ്രവർത്തനായാൽ ആശാ ലോറൻസ് BJP അനുഭവം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആശാ ലോറൻസിന്റെ മകൻ BJP ചേർന്ന് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ അവകാശമല്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നൊക്കെയുള്ളത് MM ലോറൻസിന്റെ മകന്റെ അവകാശമാണ്. അത് ഓരോരുത്തരുടെയും ആശയ്ക്കുള്ള അവകാശം പോലെ ലോറൻസിന്റെ മകനും അഡ്വക്കേറ്റ് സജീവനും ആ അവകാശങ്ങളുണ്ട്. ശ്രീമതി ആശാ ലോറൻസ്, എൻ്റെ ചോദ്യം, ഈ പറയുന്ന സജീവൻ മൂത്ത മകനാണ്. അദ്ദേഹത്തിനൊപ്പമായിരുന്നു MM ലോറൻസ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സജീവനാണ്.
അദ്ദേഹത്തോട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ സഖാവ് ലോറൻസിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, അത് മരണശേഷം എന്തു ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ മകനോട് പറഞ്ഞു എന്ന് പറയുന്നു. ആ മകൻ പാർട്ടിയോട് പറയുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയുന്നു. അതിൻ പ്രകാരം പ്രവർത്തിക്കുന്നു പാർട്ടി. ഇപ്പോൾ ഇന്ന് CN മോഹൻ പറയുകയായിരുന്നു, ഇതിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, അത് ഏത് രീതിയിൽ സഖാവ് ലോറൻസിന് യാത്രയപ്പ് നൽകണമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത് പള്ളിയിലേക്ക് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ തീരുമാനിക്കേണ്ടത് അവർ എൻറ്റയർലി അവരുടെ കുടുംബമാണ് എന്ന് പറയുകയാണ് പാർട്ടി. അത് അവിടെ മുഖവിലക്കെടുത്തത് സഖാവ് MM ലോറൻസിൻ്റെ മൂത്ത മകൻ്റെ നിലപാടാണ്. ആശ, സജീവ് എന്ന് പറഞ്ഞ മകൻ ഉത്തരവാദിത്വം മൂത്ത മകൻ എന്ന നിലയ്ക്ക്, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് മൂത്ത മകൻ, ആ വീട്ടിലെ മൂത്ത മകൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ, മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്നും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമായിരുന്നു, എൻ്റെ അപ്പൻ ഈ അവസ്ഥയിലാവില്ലായിരുന്നു. ഈ മൂത്ത മകൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മൂത്ത മകൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പനെ ഒരു അകന്ന ബന്ധു അരുൺ ആന്റണി എന്ന് പറഞ്ഞ അവനും സഖാവാണ്. അപ്പൻ്റെ ഏതോ അകന്ന ബന്ധമൊന്നും പറയാൻ എനിക്കറിയില്ല, അവനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇന്നവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ആണ് എനിക്കെതിരെ ഒരു FB പോസ്റ്റ് അപ്പൻ തള്ളി പറഞ്ഞു എന്നും പറഞ്ഞ് ഇട്ടത്. അതാണ് സഖാക്കളും സഖാത്തികളും എല്ലാവരും മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചത്. എനിക്കതിൽ സങ്കടമാണ്, നാണക്കേടൊന്നുമില്ല. ബിക്കോസ് എൻ്റെ അപ്പൻ അത് ചെയ്തിട്ടില്ല. അപ്പൻ അതിന് മാറ്റാൻ ശ്രമിച്ചതിന് എൻ്റെ ചേച്ചി വളരെ കടുത്ത ഈശ്വരവിശ്വാസിയാണ്. അയാളെങ്കിലും പറയേണ്ട മര്യാദ കാട്ടേണ്ടതാണ്. ഇത് അപ്പൻ അറിഞ്ഞല്ല എഴുതുന്ന, അപ്പന് ബോധം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പബ്ലിക്കലി പറയണം, ഇല്ലെങ്കിൽ എന്നോട് ചെയ്യണ ഏറ്റവും വലിയ ചതിയും ക്രൂരതയാണെന്ന് പറഞ്ഞു. അപ്പൻ ഈ അരുൺ ആന്റണിനെ വിളിച്ചിട്ട് അവൻ എടുക്കാണ്ടായി. അവൻ പാസ്വേഡ് കൊടുത്തില്ല. കുറേ നാളായിട്ട് അവനായിരുന്നു അപ്പൻ്റെ FB കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൻ്റെ FBയിൽ അവനാണ് എനിക്കെതിരെ കള്ള പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ പിറ്റേന്ന് ഈ സജീവൻ്റെ ഓഫീസിലായിരുന്നു അരുൺ ആന്റണി വർക്ക് ചെയ്തിരുന്നത്. അവന് വക്കീലാന്ന് പറഞ്ഞല്ലോ. സജീവയുടെ ഓഫീസിൽ നിന്ന് അവനെ മാറ്റി. പിന്നെ സജീവൻ ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ ഇവൻ്റെ ഈ അരുൺ ആന്റണി വീട്ടിൽ പോയാണ് അപ്പൻ നിന്നിരുന്നത്. സജീവൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയണല്ലോ. അത് എപ്പോഴാണെന്ന് നോക്കണം. കുറേ നാളായി അപ്പൻ വീട്ടിൽ കൃത്യമായിട്ടുള്ള പരിചരണം കിട്ടാണ്ട്, ഫുഡ് കിട്ടാണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാണ്ട് എല്ലാം ഉള്ള ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ അമ്മയും അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അനാവശ്യമായിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തതാണ്. അന്നും ഇതുപോലെ ഞാൻ ഒറ്റപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തു. അമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും ഈ മകൾ തന്നെയാണ്. അത് കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മയുടെ മരണമൊക്കെ ഇവർ വരുത്തിവെച്ച മരണമാണത്. ഇവർക്ക് എന്നാൽ ഇതിൽ നിന്നും കൈകഴുകി പോകാനൊന്നും പറ്റില്ല. മക്കൾക്കോ ഒന്നും പോകാൻ പറ്റില്ല. മക്കൾക്കോ മരുമക്കൾക്കോ ഒന്നും പോകാൻ പറ്റില്ല. 9 പേരക്കുട്ടികളുണ്ട്. അവർ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാണ്ട് ഒന്നും അറിയാത്ത ഇതൊക്കെ ആശയുടെ പ്രശ്നങ്ങളാണ്. ആശ പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പാർട്ടി ആ തീരുമാനമെടുക്കുന്നത് MM ലോറൻസിൻ്റെ മൂത്ത മകനോട് നിലപാട് ചോദിച്ചുകൊണ്ട്. അല്ലാതെ പാർട്ടിക്ക് പ്രത്യേകിച്ച് MM ലോറൻസിൻ്റെ മൃതശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന പ്രത്യേക താല്പര്യം ഉണ്ടാവേണ്ട. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അത്തരത്തിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ചേർന്ന് അവരുടെ കുടുംബം, അവരുടെ മക്കൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു, പാർട്ടിയെ നടപ്പാക്കുന്നു. അങ്ങനെയാണല്ലോ. അല്ലാതെ പാർട്ടിക്ക് പ്രത്യേകിച്ച് അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്താണ് ആശ? ഇപ്പോൾ ഇവിടെ അപ്പോൾ അതിനോട് ആശയ്ക്ക് വിയോജിപ്പുണ്ടാകുന്നു. ആശ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലേക്ക് പോകുമ്പോഴേക്കും കോടതി അത് കേൾക്കുന്നു. കോടതി കേൾക്കുമ്പോഴേക്കും നിയമപ്രകാരം തൽക്കാലം അത് മോർച്ചറിയിലേക്ക് മാറ്റുക എന്ന ശ്രീമതി ആശ ലോറൻസിൻ്റെ ആശങ്കയാണെങ്കിൽ ആശങ്കയ്ക്ക് ഒരു താൽക്കാലിക പരിഹാരം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന കോടതി വിധികളിലൊക്കെ ഒരുപക്ഷെ ആശ ലോറൻസിന് ആവശ്യപ്രകാരവും കോടതി വിധി വരാമല്ലോ. മറിച്ച് വരാം കോടതിയുടെ തീരുമാനമാണ്. ശ്രീമതി ആശ ലോറൻസ് ഇന്നിപ്പോൾ ടൗൺ ഹാളിലേക്ക് പോകുന്നു. അവിടെ ഒരു കശവിശ പോലെ ഉണ്ടാകുന്നു. അവിടെ MM ലോറൻസിന് വേണ്ടി സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആശ ലോറൻസ് CPM മുർദാബാദ് എന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ അത് വേണ്ടിയിരുന്നു ആശ ലോറൻസ്? ഇല്ല, തോന്നിയിട്ടില്ല. ഞാൻ ഒന്നും കൂടി CPM മുർദാബാദ് എന്ന് ഇപ്പം ഞാൻ പറയണം. അവിടെ വെച്ച് എനിക്ക് എൻ്റെ ഒച്ചകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ സഖാത്തികളെ നിരത്തി നിർത്തി വെൽ ഓർഗനൈസ്ഡായിട്ട് അവർ നടത്തിയ പരിപാടിയാണ്. അതിലൊരു റിഗ്രഷനും ഇല്ല. അപ്പനറിയാം എനിക്ക് കമ്മ്യൂണിസത്തോട് ഇഷ്ടമില്ലാത്ത കാര്യം. എൻ്റെ അപ്പനെ വേട്ടയാടിയും വെട്ടി നിരത്തി അപമാനിക്കുകയെല്ലാം ചെയ്ത് അപ്പനെ അവസാന കാലത്ത് നോക്കിയെന്നും പറഞ്ഞ് ആ പൈസയുടെ കണക്ക് പറയുന്ന പാർട്ടിയെ മുർദാബാദ് എന്നല്ലാണ്ട് ഞാൻ എന്ത് വിളിക്കണം? ഞാൻ സിന്ദാബാദ് എന്ന് വിളിക്കണോ? പിന്നെ ആശ്മി ഇപ്പൊ പറഞ്ഞു
ആഷ്മി ഇടയിൽ പറഞ്ഞു ഞാൻ BJP പ്രവർത്തകയാണെന്ന്. ആഷ്മി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു ആരോപണമൊക്കെ എന്റെ അടുത്ത് പറയണത്? ഞാൻ BJP പ്രവർത്തകയാണെങ്കിൽ അങ്ങനത്തെ ആരോപണം നടത്തി തരാൻ ഞാൻ സമ്മതിക്കില്ല. ആരായാലും ആഷ്മി ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ആഷ്മി കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു. ആശാ ലോറൻസിന് BJP-യുമായി രാഷ്ട്രീയ അനുഭവം ഇല്ല എന്നാണെങ്കിലും പറഞ്ഞോളൂ. ആഷ്മി BJP ചേർന്നില്ലല്ലോ, മകൻ BJP ചേർന്നോ? അതിന് തെളിവുണ്ടോ? ഈസ് എ സ്റ്റുഡന്റ്. BJP ചേർന്നോ? ഈ BJP കാരനാണെന്ന് പറയണമെങ്കിൽ മെമ്പറാണോ അവൻ? അവനൊരു BJP പരിപാടിക്ക് പോയപ്പോ തൊട്ടാണല്ലോ ഞങ്ങൾ ഈ സംഘപരിവാർക്കാരാണെന്ന് പറയണത്. അവൻ പോയെങ്കിൽ അത് അവന്റെ ഇഷ്ടമല്ലേ, അവന്റെ സ്വാതന്ത്ര്യമല്ലേ? ഒരു തർക്കമാക്കരുത്തില്ല. ഞാൻ പറഞ്ഞത് ശ്രീമതി ആശാ ലോറൻസ് BJP ചേർന്നാലും അദ്ദേഹത്തിന്റെ മകൻ BJP ചേർന്നാലും പ്രശ്നമില്ലാന്നേ. പറ്റിയാണല്ലോ തുടക്കിയത്. സജീവന്റെ കൂടെ ഈ അരുൺ ആന്റണിയുടെ വീട്ടിൽ അപ്പം പോയി ആൺമക്കള് രണ്ടുപേരും ജീവിച്ചിരിക്കെ വല്ലവന്റെയും എവിടെയോ കിടക്കുന്ന ഒരുത്തന്റെ വീട്ടിൽ പോയി അപ്പൻ അഭയം തേടാൻ എന്താണ് കാരണം ഉണ്ടായത്? എന്നിട്ട് സജീവന്റെ ക്ലാസ്മേറ്റ് രഘു മേനോൻ അന്വേഷിച്ച് നോക്കുക. ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. സജിയുടെ കൂടെ എറണാകുളം ലോക്കലിൽ പഠിച്ച രഘുവിന്റെ നമ്പർ കണ്ടെത്തി രഘുവിനോട് ഞാൻ പറഞ്ഞു, അപ്പൻ ഇങ്ങനെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി കിടക്കുകയാണ്, ഇത് ശരിയല്ല, സജീവിനെ വിളിച്ചു പറ, നിങ്ങൾക്കും പാരന്റ്സ് ഇല്ലേ, അമ്മ പോയി, ഇനി അപ്പൻ അടുത്താണ്, അപ്പൻ എവിടെയോ പോയി കിടക്കുകയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറയാന്ന് പറഞ്ഞു. രഘു ജീവിച്ചിരിക്കണ്ടേ? രഘുമേനോന്ന പേര്, നോർത്തിലാണ് വീട്. അന്വേഷിച്ച് നോക്ക് ഞാൻ പറഞ്ഞോ ഇല്ലേ എന്നുള്ളത്. എത്ര വർഷങ്ങളായി ഞാൻ പറയുന്നത് അപ്പന്റെ അമ്മയുടെയും കാര്യം. എനിക്ക് ഹെൽപ്ലെസ് ആണ് ഞാൻ ചില കാര്യങ്ങളിൽ, ഫിനാൻഷ്യലിയും അല്ലാണ്ടും എല്ലാം. അപ്പോൾ പക്ഷേ ഇപ്പൊ ഈ അഡ്വക്കേറ്റ് സജീവൻ എന്ന് പറയുന്ന താങ്കൾ ഈ പഴിക്കുന്ന ആൾ ഇതിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കാനുള്ള കാരണം താങ്കളുടെ വക്കീലെ ഹാജരാവുന്ന ആൾ കൃഷ്ണരാജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സംഘപരിവാർ BJP എന്നല്ല, അങ്ങേയറ്റത്തെ ഹാർഡ് കോർ ഹിന്ദുത്വ ലൈനിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ കൊടിയ വർഗീയവാദം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് വായിച്ചിരിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ എന്താണ് വാവരെക്കുറിച്ചൊക്കെ ശബരിമലയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അങ്ങേയറ്റത്തെ നിന്യാവസ്ഥ തോന്നുന്ന എന്താണ് അതിൻ്റെ ആ വർഗീയതയുടെ ഏത് അളവിൽ പോകാൻ മടിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ അഭിഭാഷകൻ എങ്ങനെ താങ്കൾക്ക് വേണ്ടി വന്നു എന്നതായിരുന്നു അങ്ങയുടെ താങ്കളുടെ സഹോദരൻ്റെ ചോദ്യം, ആശാ ലോറൻസ്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. കൃഷ്ണരാജ് ലോ അക്കാഡമിയിൽ പഠിച്ചതാണ്. മരിച്ചുപോയ എൻ്റെ നേരെ മൂത്ത ബ്രദർ എബിയുടെ ക്ലാസ്മേറ്റ് ആണ്. കൃഷ്ണരാജ് എൻ്റെ ഒരു സഹോദരനാണ്. എനിക്ക് അഡ്വക്കേറ്റ് മാത്രമല്ല, എനിക്ക് 2 സഹോദരന്മാരെ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ സഹോദര സ്ഥാനത്ത് നിന്ന് എന്നെ ഒരു സഹോദരിയെ പോലെ കാക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണരാജ് സാർ. അദ്ദേഹത്തിന്റെ ക്ലയൻസ് സജി എന്ന് ഏതോ ഇതിൽ പറയണ കേട്ടു, കൃഷ്ണരാജ് കുമ്മനം രാജശേഖരനെ അപ്പിയർ ചെയ്തു, സ്വപ്ന സുരേഷിനെ അപ്പിയർ ചെയ്തു. സോ വാട്ട്? അതിനെന്താണ് തെറ്റ്? സജി ആർക്കൊക്കെ വേണ്ടി, ഏതൊക്കെ കള്ളന്മാർക്ക്, ഏതൊക്കെ വൃത്തികെട്ടന്മാർക്ക് വേണ്ടി ചിലപ്പം ഇത് അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ അല്ലല്ലോ എന്തായാലും കുമ്മനം രാജശേഖർ. ഒരു അഭിമാനത്തോട് പറയാമല്ലോ കുമ്മനം രാജശേഖർ എൻ്റെ ക്ലയന്റ് ആണെന്നോ എന്തെങ്കിലും പറയാമല്ലോ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും കൃഷ്ണരാജ് വക്കീലിന്റെ രാഷ്ട്രീയം എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ആ വിശ്വാസമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ എന്നെ എത്തിച്ചത്. ഈശ്വരനാണ്. ഒരു മനുഷ്യർ ഒരു മീഡിയേറ്ററിൽ നിന്നിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു പരിചയപ്പെടുകയും കാണാൻ ചെല്ലുകയും ചെയ്തതാണ്. അപ്പോഴും അദ്ദേഹം എൻ്റെ ലോയർ ആകുമെന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ് ആകുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, ഞങ്ങളുടെ മനസാക്ഷിക്കും അറിയാം. പിന്നെ എന്ത് കാര്യത്തിനാണ് എത്രയോ പേർക്ക് അറിയാം. പിന്നെ ഈ FB പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് FB പോസ്റ്റിന്റെ കള്ളത്തരം പറയുമ്പോൾ നിങ്ങളാരും അതിലോട്ടൊന്നും പോകുന്നില്ല. അല്ല, ഇപ്പം മെയ് 27, 2021 MM ലോറൻസ് MM ലോറൻസ് ആ പോസ്റ്റ് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് MM ലോറൻസിൻ്റെ മേധാശക്തി ഉണ്ട്. അദ്ദേഹം തീരെ കിടപ്പിലായിട്ടില്ല, തീരെ വയ്യാതായിട്ടില്ല, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എഴുത്തിനൊക്കെ ആവതുണ്ട്. ആ സമയത്ത് അദ്ദേഹം എഴുതുന്ന ഫേസ്ബുക്ക് താങ്കൾ പറഞ്ഞുകൊണ്ട് വായിക്കുകയാണേ, ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഞാൻ. എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളുമുണ്ട്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ,
അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്നവണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി. ശേഷം എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിക്ഷോഭിച്ച ആൾ കൂടിയാണ് ആശ. ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാനെത്തിയ പ്രിയ സഖാവ് CN മോഹനൻ, അജയ് തറൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു. അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയുടെ മകനോ നേടിയിട്ടില്ല. എൻ്റെ മറ്റു മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാൻ തയ്യാറായ ബന്ധുക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ്. എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എൻ്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുഷ്പ്രചരണത്തെ അറിയിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2021 ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ പോസ്റ്റിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. അത് ലോറൻസ് എഴുതിയ പോസ്റ്റ് അല്ല എന്നാണ് താങ്കൾ പറയുന്നത് ആശ? അതല്ല ഇത്ര നേരം മലയാളത്തിൽ അശ്മിയോട് പറഞ്ഞത്. അശ്മി അത് ശ്രദ്ധിച്ചില്ലേ? എന്നെ വിളിച്ചിരുത്തി അപമാനിക്കാനാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ച ദിവസം എന്നെ വിളിച്ചിരുത്തി അപമാനിക്കില്ല. താങ്കൾ ഫേസ്ബുക്കിനെ പറ്റി പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു. എന്റെ അപ്പൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പൻ അറിയാണ്ടാണ് ആ പോസ്റ്റ് ഇട്ടുന്നതെന്നും ഇട്ട വൃത്തിയിട്ടവന്റെ പേര് അരുൺ ആന്റണി എന്നാണെന്നും അവന് ഈ സജീവൻ എന്ന് പറയുന്ന അയാളുടെ ഓഫീസിൽ നിന്ന് ഇതേ കാരണത്താൽ ഇറക്കി വിട്ടെന്നും ഈ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അപ്പൻ വിളിച്ചിട്ട് ഇവൻ എടുക്കാണ്ടിരുന്നു. അപ്പൻ പാസ്വേഡ് ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരുന്നു. ഇത് അപ്പന്റെ രണ്ടു മക്കൾക്കും പാർട്ടിക്കാർക്കും അറിയാവുന്ന വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും വീണ്ടും ആ പോസ്റ്റ് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അശ്മി എന്നെ വിളിച്ചിരുത്തിയിട്ട് ആ പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലായി. ഞാൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ FB പോസ്റ്റ് വായിച്ചാണ് ആശ. അല്ലാതെ ഞാൻ അത് മനഃപൂർവ്വം താങ്കൾ അതിലേക്ക് ഞാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചത് മാത്രമാണ്. ഈ ആശ ഇത്തരത്തിൽ ഇപ്പോൾ സഖാവ് MM ലോറൻസിൻ്റെ മകൾക്ക് CPMൻ്റെ രീതികൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. താങ്കളുടെ രാഷ്ട്രീയം മാറുന്നെങ്കിൽ അത് അടുത്ത കാലത്ത് മാറുന്ന രാഷ്ട്രീയമാണ്. സഖാവ് ലോറൻസിൻ്റെ ചെറുപ്പകാലത്തെ മുതൽ അടിസ്ഥാനവർഗ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നടത്തുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ലോറൻസിന് വീട്ടിൽ ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹം നാടിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. മുതിർന്ന സഖാക്കൾ മരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളൊഴുകും ചോരയിലൂടെ എന്നുള്ള മുദ്രാവാക്യം മുതിർന്ന സഖാക്കൾ മരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അറിയാത്ത ആളല്ല ആശ. അപ്പോൾ ആ മുദ്രാവാക്യത്തിന് മറുമുദ്രാവാക്യം വിളിക്കുക. ഞാൻ ചോദിക്കുന്നത് ഔചിത്യമായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ല ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇല്ല, ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഏത് നേതാവ് മരിക്കുമ്പോൾ ഏറ്റവും അവസാനം പോയി നിൽക്കുന്നത് കുറെ സഖാക്കളാണ്. ഇല്ല മരിക്കുന്ന സഖാത്തികളെ വട്ടം ചുറ്റി നിർത്തിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ വൃത്തിയട്ട രീതിയിൽ എൻ്റെ കണ്ണുകളിലും നോക്കി വൃത്തിയട്ട രീതിയിൽ നീ പൊടിയുന്ന കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവരെൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ വളരെ സ്നേഹത്തിൽ അഭിനയിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു സഖാത്തിയ അഡ്വക്കേറ്റ് ലാലി വിൻസൻ. ഇല്ല കേൾക്കാമോ? ഇല്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തന്നെയാണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ അനിയത്തിയാണ് ഞാൻ എന്നെ നേരെ വൃത്തിയട്ട രീതിയിൽ നോക്കിയിട്ട് പോടി എന്നുള്ള അർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണിച്ചത്. അവരിലൂടെ എൻ്റെ അപ്പൻ ജീവിക്കേണ്ടത് എൻ്റെ അമ്മയിലൂടെ. പറയുന്ന രാഷ്ട്രീയ വിയോജിപ്പൊക്കെ ശരി, അതൊരു മുദ്രാവാക്യ രീതിയാണ്. അതല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട സഖാവ് മരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുക എന്നുള്ളത് ഏത് പാർട്ടിയുടെയും ഏത് മുതിർന്ന നേതാക്കൾ മരിക്കുമ്പോഴും അവരുടെ ഓർമ്മകൾ അമരമായി നിൽക്കും എന്നുള്ളത് ആ പാർട്ടിയുടെ അണികൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ഞാനത് താങ്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇത് നാളെയും പറയാം. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ താങ്കൾക്ക് നാളെയും പറയാം. ഈ പറയുന്ന വിയോജിപ്പുകൾ താങ്കൾക്ക് നാളെയും പറയാം. എൻ്റെ ഞാൻ ചോദിക്കുന്നത് സഖാവ് ലോറൻസുമായി എൻ്റെ മാധ്യമപ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് ഒരുപാട് അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, എന്നാൽ ഇതൊക്കെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ വരും ദിവസങ്ങളോ മാധ്യമപ്രവർത്തകർ താങ്കളുടെ വാർത്താസമ്മേളനം വിളിച്ചാൽ വരാത്തവരല്ല മാധ്യമപ്രവർത്തകർ, അത് പറയാമായിരുന്നതായിരുന്നില്ല. ഇന്ന് തന്നെ അത് വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിലിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കല്ലുകടി മുന്നോട്ടുള്ള വഴികൾ, കോടതി വിധിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ ആശ? മകൾക്ക് ഇപ്പോൾ ഔചിത്യമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അപ്പനെ എനിക്കൊന്നൊരു അന്ത്യചുംബനം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും എടുത്ത് തുറന്ന് തന്നില്ല. ഞാൻ മെനിയാന്ന് രാത്രി 11 മണിക്കാണ് എത്തണത്. അപ്പോഴേക്കും അപ്പച്ചനെ മോർച്ചറിയിലോട്ട് മാറ്റിയിരുന്നു. മോർച്ചറിയിൽ മാറ്റി കഴിഞ്ഞു. ഞങ്ങൾ ക്രിസ്ത്യൻ ഫാമിലിയിലും ഇപ്പോൾ ബ്രാഹ്മിൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരകന്നെയാണ് ഇരിക്കുക. അവർ പിന്നെ മൃതശരീരത്തിൽ തൊട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ ഫാമിലിയിലെല്ലാം കണ്ടിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിലും വഴക്കായാലും മരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാവും, വഴക്കും സ്നേഹവും എല്ലാം ഉണ്ടാവും. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മ വെച്ച് ചുംബിച്ച് തന്നെയാണ് മക്കളും ഭാര്യയും എല്ലാവരും ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ ഔചിത്യക്കുറവൊന്നും കാണേണ്ട കാര്യമില്ല. എനിക്കതൊന്നും തുറന്നു തരാനുള്ള മര്യാദ കാട്ടിയില്ല. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് നടത്തി തന്നില്ല.
പിന്നെ ഇന്ന് എന്നെ ആഷ്മി ഇത് ജനങ്ങളോട് മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുക. എഡിറ്റ് ചെയ്യാണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുക. ബിക്കോസ് കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ സഖാക്കളെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കണമെങ്കിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഈ സമയം കളയേണ്ട കാര്യമൊന്നും ആഷ്മിക്ക് ഇല്ലായിരുന്നു. ആഷ്മി പഴയ SFI ആണെന്നൊക്കെ അറിയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു, എന്നെ വിളിച്ചിട്ട് പഴയ സഖാവിന്റെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയരുതെന്ന്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ SFI ഞാനങ്ങനെ അപമാനിക്കാനൊന്നും പറയുന്നതല്ല ആശ, താങ്കൾക്കറിയാമോ? ഞാൻ അങ്ങനെ അപമാനിക്കാൻ പറയുന്നതല്ല. താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ്. ഏതെങ്കിലും അപമാനിക്കാൻ എന്ന ഉദ്ദേശവും ലക്ഷ്യമൊന്നും എനിക്കില്ല എന്തായാലും. പിന്നെ പഴയ SFI കാരനായ അല്ല, ഞാൻ വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അറിയാത്തതുമല്ല. അത് പക്ഷേ ഈ സമയത്ത് പറയേണ്ട മറുപടിയല്ല. കാര്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു സഖാവാണ് ലോറൻസിൻ്റെ മകളാണ് താങ്കൾ. പ്രത്യേകിച്ച് അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഒരു മകളോട് അത്തരത്തിൽ എന്താണ് ആ വ്യക്തിപരമായ രാഷ്ട്രീയ ചൊവ്വയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് ശരിയല്ല എന്ന ഔചിത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്തായാലും താങ്കളുടെ വേദനയ്ക്കൊപ്പമുണ്ട്. ഇനി എത്ര തർക്കമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സഖാവ് ലോറൻസിൻ്റെ മകളാണ്, അച്ഛൻ മരിച്ച മകളാണ്. ആ വേദനയ്ക്കൊപ്പം 100% ആ വേദനയ്ക്കൊപ്പം തന്നെയുണ്ട് ആശ. എന്തായാലും സമാധാനമേരിക്കൂ. താങ്ക്സ് ലോട്ട്. ഞാൻ ശവപ്രസാദിലേക്കും ശ്രീ എസ് സജീവനിലേക്കും തിരികെ എത്താം. ശ്രീ എസ് സജീവൻ, അതിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആരോപണം ഒക്കെ പോട്ടെ, അല്ലെങ്കിൽ അവരുടെ മകനും തമ്മിലുള്ള പ്രശ്നം, സഖാവ് MM ലോറൻസ് പറയുന്നത് ആശാ ലോറൻസിൻ്റെയും അഡ്വക്കേറ്റ് സജീവൻ്റെയും അല്ലെങ്കിൽ ലോറൻസിൻ്റെ മക്കളുടെ മാത്രം പിതാവല്ല, നാടിനു വേണ്ടി ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ 95 ആരോഗ്യമുള്ളിടത്തോളം കാലം CPM വേണ്ടി ജീവിച്ച ആളാണ്. CPM രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ശ്രീ സജീവന് ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടിട്ടുണ്ടാകണം. വല്ലാത്ത വേദന തോന്നിയില്ലേ എന്നെ പോലെ തന്നെ താങ്കൾക്കും ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ലോറൻസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും പാർട്ടിയെ തള്ളിപ്പറയാത്ത ഒരാളാണ്, പാർട്ടിക്കാരനായിട്ട് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിടവാങ്ങൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അങ്ങനൊരു രംഗം ആശയോട് പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം, അത് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു, സ്വാഭാവികമായിട്ടും ആ മൃതദേഹം എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കുടുംബക്കാർക്ക് തീരുമാനിക്കാം. ആ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിന് കൊടുക്കണമോ അതല്ല പള്ളി രീതി ക്രിസ്ത്യൻ രീതി അനുസരിച്ചിട്ടുള്ള അടക്കം ചെയ്യലാണോ വേണ്ടതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതല്ല. ഇന്നിപ്പോൾ ലോറൻസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മിക്കപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞ സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന് പൊതുദർശനത്തിന് വെച്ച സമയത്തുണ്ടായിട്ടുള്ള ആ ദൃശ്യങ്ങളായിരിക്കാം. ലോറൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ, അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നത് തീർച്ചയായും സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് ആശയ ഉൾപ്പെടെയുള്ള ആളുകൾ ഓർക്കേണ്ടത്. ആശയുടെ കാര്യത്തിലാണെങ്കിൽ അവർ പലപ്പോഴും വൈകാരികമായിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ് ആശ പലപ്പോഴും ഈ പറയാൻ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ലേഖനങ്ങളൊക്കെ ആയിട്ട് എഴുതി തരാറുണ്ട്. ഞാനത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പലതും വായിച്ച് നമുക്ക് നന്നായിട്ട് മെനക്കെട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം MM ലോറൻസിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹം കുടുംബം മറന്നതിനെ കുറിച്ചുള്ള അവരുടെയൊക്കെ ലേഖനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവർക്കൊരു ശരിയായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ ഒരു കുടുംബത്തോട്. ശ്രീ സജീവൻ, ഇത് ഇവിടെ ഈ മകൾ ലോറൻസുമായി അകന്നു നിൽക്കണം. ഇപ്പോൾ ലോറൻസ് മകളെ പറ്റി മുതലെടുക്കാൻ വന്ന ആളെന്ന് ആ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് ലോറൻസ് അല്ല, വേറെ ആരോ ആണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ആശാ ലോറൻസ്. അതെന്തും ആയിക്കോട്ടെ, എന്തായാലും മകളും അച്ഛനും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പാർട്ടിക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് എസ് സജീവൻ ഇപ്പോൾ മരണശേഷം ഇത്തരം ഒരു സീൻ ഉണ്ടാവാതിരിക്കാൻ പാർട്ടിക്കൂടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, വിജയരാഘവനോട് പറഞ്ഞതാണ്, ഇന്ന ആളുകൾ അവിടെ വരരുതെന്ന് പറഞ്ഞതാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നവർ നേരത്തെ ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ CN മോഹൻ എന്ന് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, അത് കുടുംബക്കാർ തമ്മിലെ പ്രശ്നമാണോ? അതല്ല, പാർട്ടിക്ക് ചിലത് ചെയ്യാനുണ്ടായിരുന്നില്ലേ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നത്തിൽ പാർട്ടി ആദ്യമേ തന്നെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് സാധാരണ രീതിയിൽ ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വലിയ നേതാക്കന്മാർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷേ
അതുൾപ്പെടെ ഒരു സീൻ അവിടെ ഉണ്ടാകുമ്പോൾ പാർട്ടി അതിൽ നിന്ന് സംയമനം പാലിക്കേണ്ടത് തന്നെയായിരുന്നു. ഇതൊരു തർക്ക പ്രശ്നമാക്കി കൊണ്ടുവരാതെ എന്താണോ കുടുംബത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന അവരുമായിട്ട് രമ്യതയിൽ എനിക്ക് തോന്നുന്നത് ഈ ആശ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നോട് ചോദിക്കാതെ താനുമായിട്ട് വളരെ അകൽച്ചയിലുള്ള മൂത്ത സഹോദരനോട് വാക്ക് കേട്ടുകൊണ്ട് പാർട്ടി അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സത്യത്തിൽ അത് പാർട്ടി ആശയോടുകൂടി ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സീൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആശയ്ക്ക് പലപ്പോഴും അതാണ്. വെച്ചാൽ ചില അവർക്ക് പരിഗണന കിട്ടുമ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയപ്പോൾ ഉമ്മൻചാണ്ടി മോളേന്ന് വിളിച്ച് അവരോട് വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് പെരുമാറിയതിനെക്കുറിച്ച് ആശ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവരത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ ഒരു ഉമ്മൻചാണ്ടിയുടെ വാത്സല്യത്തെക്കുറിച്ച്. അങ്ങനെ ഒരു ആർദ്രമാകുന്ന ഒരു മനസ്സ് ആശയ്ക്കുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് CPM നേതാക്കന്മാർ ഇപ്പോൾ രാജിയൊക്കെ പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കുന്നൊരവസ്ഥയ്ക്ക് മുമ്പേ എല്ലാവരോടും മക്കളോട് ഈ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ആശയും സജീവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം, ആശയും മറ്റ് ലോറൻസ് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതൊരു സീനായിട്ട് മാറാതിരിക്കാൻ പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിൽ CPM-നെതിരെ ആണെങ്കിലും ലോറൻസിനെതിരെ ആണെങ്കിലും ഒക്കെ പലതവണ പ്രതികരിച്ചിട്ടുള്ള ആളാണ് ആശ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സാബു പ്രസാദ്, ഇവിടെ എന്താണ് ആശ ലോറൻസിന്റെ സഹോദരൻ MM ലോറൻസിന്റെ മൂത്ത മകൻ പറയുകയാണ് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുകയാണ്. മൂത്ത മകൻ അത് സംശയിക്കാനുള്ള കാരണം ഈ ആശ ലോറൻസിന്റെ വക്കീൽ കൃഷ്ണരാജ് വക്കീലാണ്. അത് അദ്ദേഹം സംഘപരിവാറിന് വേണ്ടി കേസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാർ ഞാൻ BJP ഒന്നുപോലുമല്ല, ഹാർഡ് കോർ ഞാൻ വർഗീയവാദിയാണ് എന്ന് തുറന്നു പറയുന്ന ഒരു വക്കീലായതുകൊണ്ടാണ്. അങ്ങനെ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് വല്ലാത്ത കഷ്ടമായി പോയില്ലേ ശിഷാവ് പ്രസാദ്? ഞാൻ ഇതുവരെയുള്ള ഇപ്പം വളരെ വൈകിയാണ് ഞാനിതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞത്. ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും CPM-ലെ കുറച്ച് തലമുതിർന്ന അല്ലെങ്കിൽ ആ പരിണിതപ്രജ്ഞരായിട്ടുള്ള പക്വതയുള്ള കുറച്ച് ആൾക്കാർ എന്തായാലും CPM പാർട്ടിയായിട്ട് അകന്നാണ് നിൽക്കുന്നതെങ്കിലും ആശ ലോറൻസിനോട് ഒരു ഏതെങ്കിലും രീതിയിലൊരു കെമിസ്ട്രി കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? അവർ വഴി തീർച്ചയായിട്ടും അവർ സംസാരിക്കേണ്ടതായിരുന്നു. ഇനിയും അവിടുത്തെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം, സഹോദരനും മറ്റു ആ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് അങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സജീവൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഇതുപോലെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ആശയുടെ സഹോദരനോട് ഒരു അച്ഛൻ മരിച്ചു, ഒരു മുതിർന്ന ആൾ അവരുടെ പിതാവ് മരിച്ചു, ശരി സഹോദരിയുമായി നല്ല ബന്ധത്തിലല്ല, ആ ഒരവസ്ഥയിലെങ്കിലും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്ന് സംസാരിക്കാനുള്ള ബാധ്യത, സംസാരിക്കാനുള്ള മിനിമം റെസ്പോൺസിബിലിറ്റി ഈ പറഞ്ഞ സജീവനും ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും ചെയ്യാതെ അവർ ഇമോഷണലി ഷോക്ക്ഡായി. പൊതുവെ ഇമോഷണലാണവർ. അതിനിടയ്ക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ മകൾക്ക് ഒരന്ത്യചുംബനം നൽകാൻ പോലും അനുവദിക്കാത്ത ഒരവസ്ഥയിൽ ഈ സീൻ മുഴുവനും ക്രിയേറ്റ് ചെയ്തത് ഞാൻ മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ CPM-ലെ പക്വതയുള്ള ഒരു ജനറേഷൻ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഏറ്റവും വലിയ ഉദാഹരണമാണ്. എത്രയോ CPM നേതാക്കന്മാർ മരിച്ചിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഇത് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു സിറ്റുവേഷൻ? ഇതിൻ്റെ ഉത്തരവാദിത്വം കാര്യം സജീവൻ പറഞ്ഞത് കേട്ടു, അത് അങ്ങനെ തന്നെ പാർട്ടി ഇങ്ങോട്ട് തീരുമാനിച്ചു. പാർട്ടിക്ക് അറിയാൻ വയ്യാത്തതല്ലോ MM ലോറൻസിന് ഈ ഒരു മകൻ മാത്രമല്ല ഉള്ളതെന്ന്, അല്ലെങ്കിൽ MM ലോറൻസുമായിട്ട് അകന്നു കഴിയുകയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആശ ലോറൻസിനെ, അല്ലെങ്കിൽ അവർ BJP-യോട് അടുപ്പം പുലർത്തിയിരുന്നു എന്ന കാരണം കൊണ്ട് ആശ ലോറൻസിനെ പൂർണ്ണമായും ഒരു മകൾക്ക് കൊടുക്കേണ്ട ആ ഒരു അടിസ്ഥാനപരമായ മര്യാദ പോലും കൊടുക്കാതെ മാറ്റി നിർത്തിയപ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കളിച്ചത് ആരാണ് ഹാഷ്മി? ഒന്ന് ആലോചിച്ച് നോക്കും. അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു സാഹചര്യം സംഘപരിവാർ മുതലെടുക്കാൻ ശ്രമിച്ചോ ഷാബു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷ്ണരാജ് വക്കീൽ അവർക്ക് നിയമോപദേശം നൽകുകയും അത്തരം കേസുകൾ മാത്രം ഹാജരാകുന്ന വക്കീൽ
ആശയുടെ വക്കീലാവുകയും ചെയ്യുന്നത്? അല്ല, എനിക്കറിയില്ല. ഇനി അതൊക്കെ പറഞ്ഞില്ല. കൃഷ്ണരാജ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. ഇനി അയാളുടെ രാഷ്ട്രീയ നിലപാടോ അയാളുടെ നിലപാടോ അതിനെപ്പറ്റി ഇനി നമുക്കിവിടെ ബോധപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഓരോ വക്കീൽമാരും ഏതെല്ലാം കേസ് എവിടെയെല്ലാം എടുക്കുന്നു, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഹാഷ്മി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊണ്ടുള്ള കാര്യം പറയാം. ഈ കൃഷ്ണരാജും സംഘപരിവാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കൃഷ്ണരാജ് ഒരു കടുത്ത ഹിന്ദു തീവ്രവാദ നിലപാട്, ഞാനൊരു ഹിന്ദു തീവ്രവാദിയാണ്, വർഗീയവാദിയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഇവിടെ RSSനും സംഘപരിവാറിനും ഒന്നും ഹിന്ദുക്കളോട് സ്നേഹമില്ല, ഇവിടെ അവർ ശരിക്കും ഹിന്ദുക്കളെ ചതിക്കുകയാണ്, എന്നെപ്പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഹിന്ദുവിൻ്റെ രക്ഷകർ എന്ന് പറഞ്ഞ് RSSൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണരാജ്. അവിടെ ഇന്ന് വരെ എൻ്റെ അറിവിൽ RSSൻ്റെ രാഷ്ട്രീയ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ഒരു കേസ് കൃഷ്ണരാജ് വക്കീൽ വാദിച്ചതായിട്ടോ അപ്പിയർ ചെയ്തതായിട്ടോ എനിക്ക് അറിയുകയുമില്ല. അങ്ങനെയുള്ള ശിവപ്രസാദ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വാവറല്ല വാവുരൻ, ജസ്നയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ തട്ടിപ്പ് വാവരെ ശബരിമലയിൽ നിന്ന് കുറെ കുടിയിറക്കിയാൽ നമ്മുടെ ദൗത്യത്തിനൊരു അർത്ഥം ഉണ്ടാവും, അധികം വൈകില്ല എന്നൊക്കെ പറയാണ്. ഒരുപാട് പേർ വിശ്വസിക്കുന്ന ശബരിമല എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ അവഹേളിക്കുകയാണ് ഈ മഹാൻ. ഇയാളാണ് എന്താണ് ആശയുടെ വക്കീലായി വരുന്നത്. തൽക്കാലം ഞാൻ ആ മഹാനെ പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ തയ്യാറാവുന്നില്ല ഇവിടെ. അത് വേറെ വിഷയമാണത്. ഇപ്പം അതൊക്കെ അത് വേറെ വിഷയമാണ്. ആ മഹാനോ മഹതിയോ അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ തൽക്കാലം ശബരിമലയെ വരെ അധിക്ഷേപിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ വർഗീയ ബോധം അങ്ങനെ നിൽക്കുകയാണെന്നേ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം ഒരു വക്കീല ഇതാവുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന്റെ മകൾ പറയുന്നത് ഇത് RSS പ്ലോട്ടാണോ എന്ന സംശയം അദ്ദേഹത്തിന്റെ മകൻ പ്രകടിപ്പിക്കുന്നത്. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ ഞാൻ RSSകാരനല്ലാന്ന്. അങ്ങേര് പറയുന്ന അങ്ങേരുടെ നിലപാട് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ RSS ഒന്നും പോരാ, ഇവിടുത്തെ RSSന് തീവ്രതയില്ല, ഇവിടുത്തെ RSS കബഡി കളിച്ചും പാട്ടുപാടി നടക്കുന്നവരാണ്. ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളാനൊന്നും RSSനെ കൊണ്ട് പറ്റില്ല. എന്നെപ്പോലുള്ളവരില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദു എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നൊരു മനുഷ്യനാണ് അങ്ങേര്. അങ്ങേരുടെ നിലപാട് എങ്ങനെയാ? അല്ലെങ്കിൽ അങ്ങേര് ഈ കേസെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളിതിനെ RSSുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? RSSുമായിട്ട് യാതൊരു തരത്തിലുള്ള എൻ്റെ അറിവ് എന്നെ മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് RSSുമായിട്ട് സംഘടനാപരമായി ഒരു ബന്ധവുമില്ലാത്ത RSS പോരാ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അങ്ങേര്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ല. ഇത് MM ലോറൻസിന്റെ മൂത്ത മകൻ അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. ഇപ്പോൾ CN മോഹനൻ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ഓക്കെ. CN മോഹന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരുന്നു, ഒന്ന് കേൾക്കാം. ഞാൻ ഷാബു ഹൈക്കോടതിയുടെ തന്നെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന് ഈ ബോഡി ഏറ്റുവാങ്ങാവുന്നതാണ്. ഇത് സംബന്ധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട അനാട്ടമി വിഭാഗത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ ഹിയർ ചെയ്ത് നിശ്ചയിക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുവാങ്ങുന്ന തടസ്സമൊന്നുമില്ലെന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ വന്നതിന് ശേഷം ബോഡി ഏറ്റുവാങ്ങി അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവർ ആ ബോഡി അവരുടെ ഫ്രീസറിൽ സൂക്ഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണം ഒരു വിവാദമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ CPIM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തുള്ള സമുന്നതനായിട്ടുള്ള നേതാവാണ് സർ ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മരണം വെച്ച് മക്കളിൽ ചില ആൾക്കാർ ഒരു വിവാദമാക്കിയതിന് ശേഷം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനായിരിക്കും. അതിനൊന്നും നിന്നു കൊടുക്കാൻ പാർട്ടി തയ്യാറില്ല. പാർട്ടി കഴിഞ്ഞ വർഷങ്ങളായിട്ട്, അതായത് 3 വർഷം കിടപ്പായതിനു ശേഷം മാത്രമല്ല, അതിന് മുമ്പുള്ള സമയത്തും ലോറൻസിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പൈസയും മറ്റ് സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അത് ഞങ്ങൾ ഇനിയും ചെയ്യും. അതായത് ലോറൻസിൻ്റെ അല്ല, ഇനി വേറൊരാൾക്ക് വന്നാലും ചെയ്യും. അങ്ങനെയാണ് പാർട്ടിയുടെ രീതി. തിരികെ എത്താം. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് CPI നേതാവ് ശ്രീ സതീഷ് കുറിച്ചു. ശ്രീ സതീഷ്, ഒരുപക്ഷെ അത് ആശാ ലോറൻസും അല്ലെങ്കിൽ MM ലോറൻസിനും മൂത്ത മകനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ആകാം, ഒരു കുടുംബ പ്രശ്നവുമാകാം. ഇനി എന്ത് കുടുംബ പ്രശ്നമാണെങ്കിലും അവിടെ ടൗൺ ഹാളിൽ അങ്ങനെ ഒരു സീൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം CPM ഉണ്ടായിരുന്നില്ലേ ശ്രീ സതീഷ്? അല്ല, CPM ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആശ അവര് തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് മറ്റെന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ഒന്ന്, ലോറൻസ് സാഹിബിന്റെ മൃതശരീരം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് പറയുകയും
കുടുംബാംഗങ്ങൾ പാർട്ടിയോട് പറയുകയാണ് ചെയ്തത്. ലോറൻസ് സാബു നേരത്തെ തന്നെ ഇങ്ങനെ അവരോട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നുള്ളതാണ് അദ്ദേഹം മക്കളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന വിവരം പറയുകയാണ് ചെയ്തത്. അപ്പൊ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ പാർട്ടി ഒരു തീരുമാനമെടുത്ത ഒരു കാര്യമേ അല്ല. ശരിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനമല്ല, കുടുംബത്തിന്റെ തീരുമാനം തന്നെയാണ്. അത് ഇപ്പം സെന്റ് സി എൻ മോഹൻ പറയുകയുണ്ട്. പക്ഷേ ശ്രീ സതീഷിന്റെ ചോദ്യം, ഇന്നലെ തന്നെ ഈ ആശാ ലോറൻസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, കോടതിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് ഈ പറയുന്ന പിതാവിന്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിവുള്ള കാര്യമാണ്. അപ്പോൾ അറിവുള്ള കാര്യം ഇന്ന് ആലോചിച്ച് നോക്കൂ, ടൗൺ ഹാളിൽ സഖാവ് MM ലോറൻസിന് ഈ രീതിയിലുള്ള യാത്രയപ്പായിരുന്നു നൽകേണ്ടത് ശ്രീ സതീഷ്. ഈ രീതിയിൽ അവിടെ വന്ന് ഒരു സീൻ ഉണ്ടാവുക, അവിടെ എന്താണ് സഖാക്കൾ ലോറൻസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ CPM മുർദാബാദ് എന്ന മുദ്രാവാക്യം ലോറൻസിൻ്റെ മകളിൽ നിന്നുണ്ടാവുക, അത് ബന്ധുക്കൾക്ക് ബലപ്രയോഗിച്ച് പിടിച്ചു മാറ്റേണ്ടി വരിക തുടങ്ങിയ ഒരു സീൻ ക്രിയേഷൻ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അതിന് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, ചിലതുണ്ടായിരുന്നില്ലേ ശ്രീ സതീഷ്? എന്ത് ചെയ്യണമായിരുന്നു? അവരോട് വരാതിരിക്കാൻ പറയാൻ പാർട്ടിക്ക് കഴിയുമോ? അവരുടെ മകളാണല്ലോ. അവിടെ വരാനും അന്തിമ വിചാരം അർപ്പിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും ഞങ്ങൾക്ക് തടയാൻ കഴിയില്ലല്ലോ. അത് അവർ വരുമ്പോൾ അത് അവർ ചെയ്യുക എന്നുള്ളതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുകയാണ് ചെയ്തത്. ആദ്യം രാവിലെ മുതൽ അവർ കുറെ അധികം സമയം അവിടെ ഉണ്ടായിരുന്നു. അവരതിന്റെ ഭാഗമായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ അവസാനം വന്ന കാര്യങ്ങളെ സംബന്ധിച്ചിപ്പോൾ മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്തുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മൂത്ത മകൻ തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കോടതി ഫ്രിക്ഷൻ ഉള്ള കാര്യം പാർട്ടിക്ക് അറിയാവുന്നതാണ്. ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പം മകളും MM ലോറൻസുമായി അത്ര അടുത്ത നല്ല ബന്ധമായിരുന്നില്ല ചില സമയത്ത്. MM ലോറൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മൂത്ത മകനുമായി നല്ല ബന്ധത്തിലല്ല. അതിനുശേഷം മരിക്കുമ്പോഴും ഇത്തരത്തിൽ അല്ല എന്താണ് പിതാവിൻ്റെ ആഗ്രഹം എന്ന് മകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഒരു ഫ്രിക്ഷൻ ഉള്ള കാര്യം അറിയാമല്ലോ. ഫ്രിക്ഷൻ ഉള്ള കാര്യം അറിഞ്ഞു നിൽക്കുമ്പോൾ അതിലൊരു അനുനയത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിവില്ല എന്നാണ്. അത് കുടുംബ പ്രശ്നം മാത്രമായി മാറ്റി നിർത്തുക എന്നതാണ്. ഇങ്ങനെയുള്ള ഇത്തരം ഒരു വിഷയത്തെ ഇങ്ങനെയൊന്നും ഹാഷ്മിയെ പോലുള്ളവർ പറയരുത്. അത് ഒരു പ്രശ്നം ലോറൻസ് സാവ് ഉള്ളപ്പോൾ തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനെ ബന്ധപ്പെടുത്തി ലോറൻസ് സാവ് തന്നെ നേരത്തെ ഫേസ്ബുക്കിൽ പറയുകയും പരസ്യമായി പറയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആശയെടുത്ത സമീപനത്തോടുണ്ടായിരുന്ന വിയോജിപ്പ് ലോറൻസ് സാവ് തന്നെ വ്യക്തമാക്കിയത് നമ്മുടെ മുമ്പ് ഉണ്ട് എന്നുള്ളത് കാണും. സതീഷ്, ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഉള്ളിലെ വേദന കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ വേദന ഉണ്ടാവുന്നത്? സഖാവ് ലോറൻസിനെ ബഹുമാനിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹമായി ദീർഘ സംഭാഷണങ്ങൾ നടത്തിയ ആളെന്നുള്ള നിലയ്ക്കും അദ്ദേഹം അർഹിക്കുന്ന യാത്രയപ്പ് ഇങ്ങനെയല്ല എന്ന ഉറച്ച വേദന കൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ അവർ പറയുകയാണ്, എന്നോടൊരു വാക്ക് ചോദിച്ചില്ല, ഏത് രീതിയിലാണ് സംസ്കാരം ഉണ്ടാവേണ്ടത്. അത് ചോദിക്കേണ്ടതല്ലേ? അത് പാർട്ടി ഇനിയിപ്പം ഈ മൂത്ത സഹോദരൻ ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ ചോദിച്ചോ ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ശ്രീ സതീഷ്, MM ലോറൻസ് CPMന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഹാഷ്മി, നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ലോറൻസ് കഴിഞ്ഞ കുറെ നാളുകളായി സുഖമില്ലാണ്ട് അവസ്ഥയിലാണ്. മൂത്ത മകന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും പരിപൂർണമായും പാർട്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പാർട്ടിയുടെ CITU സഖാക്കളായിട്ടുള്ള ആളുകൾ 1-2 പേർ വെച്ച് എല്ലാ ദിവസവും രാത്രിയും പകലുമായിട്ട് ആ വീട്ടിനകത്ത് നോക്കാനുണ്ടായിരുന്നു. ആശുപത്രി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും പാർട്ടി എന്ന നിലയിലാണ് ഞങ്ങൾ സഖാവിനെ നോക്കി. അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സഖാവിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യത്തിലുള്ള ഉത്തരവാദിത്വവും പാർട്ടി എന്ന നിലയിൽ നിർവഹിക്കുക എന്ന കടമ ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ മൂത്ത മകനും ബന്ധപ്പെട്ട മറ്റു കുട്ടികളും കൂടിയാണ് സഖാവിന്റെ വീട്ടിലാണ് പരിചരണവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അവര് മരണത്തിന് ശേഷം അവരോട് സഖാവ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അന്തിമമായ കർമ്മം നടത്തണം എന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അത് അവർ കൂട്ടായി ആലോചിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്നുണ്ടായ സംഭവമല്ല, അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഇന്നത്തെ ദിവസം പൊതുദർശനത്തിന് വച്ചതിന് ശേഷമാണ് ഈ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നതെല്ലാം നമുക്കും കാണാൻ കഴിയുന്നത്. അവർ കേസ് പോകുന്നത്, അതിന് മറ്റു പല താല്പര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നതല്ല. ഇതൊന്നും സാധാരണ നിലയിൽ ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ആര് മരണപ്പെട്ടാലും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് അവര് കൂടി ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് സംശയിക്കണോ? അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനെ സംബന്ധിച്ച് മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ലോറൻസ് സാഹിബിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇപ്പൊ ഹാഷ്മി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വൈകാരികമായതും
വളരെ ഒരു പാഠപുസ്തകം പോലെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നതുമായ ഒരു മുതിർന്ന നേതാവാണ്. ആ സഖാവിന്റെ ജീവിതം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി ഈ സമൂഹത്തിന്റെ മുമ്പാകെയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പാഠപുസ്തകം പോലെ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പാകെയുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ നിലനിൽക്കുകയും മക്കളായ മൂത്ത മകൻ ഉൾപ്പെടെയുള്ളവർ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം സഖാവ് പറഞ്ഞേൽപ്പിച്ച ഉത്തരവാദിത്വം ഇതെല്ലാമാണ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനെ മറ്റു പല താല്പര്യത്തോട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തി വരുന്നത് നമുക്ക് സത്യത്തിൽ അത് വളരെ തെറ്റായ രീതിയാണ്. അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു രീതിയാണ്. അതിന് എന്തോ നിർഭാഗ്യവശാൽ ആശ അതിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും അത് എന്താണെങ്കിലും അത് അങ്ങേറ്റം ഓക്കെ. താങ്ക് യു സതീഷ്. എന്തായാലും അത് അങ്ങേറ്റം നിർഭാഗ്യകരമായി പോയി ആ കാഴ്ചകൾ എന്നതേ ഉള്ളൂ. തിരികെ എത്താം. ട്രൂ കോപ്പി തിങ്കിലി സഖാവ് എം ലോറൻസിനെ കുറിച്ച് NMBS എഴുതിയ ഒരു ലേഖനമുണ്ട്. ഒരു വിമർശനാത്മക ലേഖനമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: വിപ്ലവങ്ങളെ മോഹങ്ങളാക്കിയ മനുഷ്യരാണ് കലാപങ്ങളിൽ ചോര ചിതറിയത്. അവർ മരണം കൊണ്ട് ചരിത്രത്തെ തിരുത്തിയും അടയാളപ്പെടുത്തിയും കടന്നുപോയി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചരിത്രം എഴുതാൻ രക്തസാക്ഷികളുടെ രക്തം വേണമായിരുന്നു. ഇടപ്പള്ളിയിൽ പോലീസ് ബ്ലേഡിന് വരഞ്ഞ് ഉപ്പും മുളകും തേച്ച് പുകയിട്ട KU ദാസിന്റെ രക്തം വേണമായിരുന്നു. പോലീസ് ലോക്കപ്പിലിട്ട് ഇടിച്ചു നുറുക്കിയ ജോസഫിന്റെ ഹൃദയരക്തം വേണമായിരുന്നു. ഓർമ്മകളാണ് ജീവിതം എന്ന് നമ്മോടൊപ്പം നടന്ന എറിക് ഹോബ്സ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ MM ലോറൻസ് ഇവിടെ പറയുമ്പോൾ ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി നാം ചർച്ച ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇത് ഒരു ക്രിട്ടിക്കൽ ലേഖനമാണ് എന്ന് പറയുമ്പോൾ പോലും MM ലോറൻസിന്റെ ഓർമ്മകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അതിനുശേഷമുള്ള വിവാദങ്ങൾ ഉണ്ടാവരുതാത്ത വിവാദങ്ങളായിരുന്നു. അത് ഉണ്ടായി. ദൗർഭാഗ്യകരം, കഷ്ടം, അല്ലാതെ എന്താണ് പറയുക. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.